നിലമ്പൂരുള്ള ഒരു ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഞാനുള്ളത്. നിലമ്പൂർ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾക്കൊന്നും തന്നെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സംഭവമില്ല. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിലമ്പൂർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ആ ഭാഗങ്ങളിലൊന്നും തന്നെ ഈ ടിക്കറ്റ് കൊടുക്കത്തില്ല. അതേപക്ഷം നിലമ്പൂർ കഴിഞ്ഞ് പോകുന്ന പ്രദേശങ്ങളിലെല്ലാം അപ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പായിട്ടുള്ളതാകട്ടെ നിലമ്പൂർ കഴിഞ്ഞുള്ള ലോങ് പോകുന്ന ഏത് പ്രൈവറ്റ് ബസ്സിനും ടിക്കറ്റ് കൊടുക്കും. പക്ഷേ നിലമ്പൂരുള്ള ഒരു പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമില്ല. ആരും ടിക്കറ്റ് മേടിക്കാറുമില്ല. നിലമ്പൂർ മണ്ഡലത്തിലെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകളിലൊന്നും ഇവർ കൊടുക്കത്തില്ല. പൈസ ഇങ്ങനെ മേടിച്ചുകൊണ്ടോ? ഞാൻ അത്രയും വിശ്വാസരാണോ ഈ മുതലാളിമാർ? അല്ല, മുതലാളിക്ക് അത്രയും വിശ്വാസമാണോ ഇത്? മുതലാളിമാർ തന്നെയാണ് ഇപ്പോൾ ഇതിൽ കണ്ടക്ടർമാരെല്ലാവരും കുറേയൊക്കെ ചില ബസ്സിൽ കൊടുക്കുന്നത് കാണാറുണ്ട്, ചില ബസ്സിൽ അങ്ങനെ കൊടുക്കുന്നത് കാണാറുണ്ട്. ഭൂരിഭാഗം ബസ്സിലും അത് ഇല്ലെന്നുള്ളതാറോ? പക്ഷെ ഞാൻ കയറിയിട്ടുള്ള ബസ്സുകളിൽ ചിലതിൽ കിട്ടിയിട്ടുണ്ട്, ചിലതിൽ കിട്ടിയിട്ടില്ല. ടിക്കറ്റ് കൊടുക്കും, എന്നാലും ടിക്കറ്റ് കിട്ടുന്നില്ല നല്ലത്. ടിക്കറ്റ് ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കണമെന്നാണ് ആരും ആവശ്യപ്പെടാറില്ല. ഇവിടുത്തേരൊന്നും അങ്ങനെ ആവശ്യപ്പെടാറില്ല. ഇത് ഈ ജില്ലയിൽ നിന്ന് വേറെ ജില്ലയ്ക്ക് പോകുന്ന ബസ് ഉണ്ടല്ലോ, പാലക്കാട് ഡിസ്ട്രിക്ട് നിർബന്ധമാണ്. പാലക്കാട് ഡിസ്ട്രിക്ട് ഇപ്പം കോഴിക്കോടിന് പോവാണ്. കോഴിക്കോടിന് പോകുമ്പോൾ ജില്ല മാറി. കോഴിക്കോട് പോകുന്ന ഒരാൾക്ക് ടിക്കറ്റ് നിർബന്ധമായിട്ട് കൊടുത്തോണം. അപ്പോൾ അവർ കൊടുക്കുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. ഈ ജില്ലയിൽ മാത്രമേ ഉള്ളൂ അതങ്ങനെ. ജില്ലയിലല്ല, ഈ മണ്ഡലമാണ് കൂടുതൽ. നിലമ്പൂർ മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. പിന്നെ സംഭവം വെച്ചാൽ അതൊരു ശരിക്ക് ഒരു ചെയ്യേണ്ടാത്തൊരു പരിപാടി തന്നെയാണ്. അത് നിർബന്ധമായിട്ട് വേണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ അങ്ങനെ ബസ്സിൽ ടിക്കറ്റ് ഒക്കെ കൊടുക്കാൻ സൗഹൃദപരമായിട്ട് പോകുന്നത് എന്താണ് കാര്യം? ഒരു സൗഹൃദം പണ്ട് മുതൽക്കേ അങ്ങനെയാണ്. മറ്റുള്ള ഇവിടുത്തെമാർക്കൊന്നല്ല, ആൾക്കാർക്കൊരു പ്രശ്നമൊന്നല്ല. എന്നാലും മുതലാളി നിങ്ങളിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിരിക്കാം. മുതലാളിക്ക് അങ്ങനെ വിശ്വാസമാണ്. അത് കുറേ കാലമായിട്ട് അങ്ങനെയാണ്. 2 പണിക്കാരാണ് ചില ബസ്സുകളിൽ. അപ്പോൾ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് മുതലാളി ഇപ്പം നമ്മളെ ഏൽപ്പിക്കുന്നത്. നമ്മൾ എത്ര രൂപ കൊടുത്താലും അതിൻ്റെ ആവശ്യകത അനുസരിച്ച് തന്നെ അതിന് ടിക്കറ്റ് നൽകണം, അല്ലെങ്കിൽ അതിനുള്ള രസീത് മേടിക്കണം, അതിൻ്റെ ബില്ല് മേടിക്കണം, അല്ലെങ്കിൽ ആ ബില്ല് കിട്ടേണ്ടത് ഏതൊരു ഉപഭോക്താവിൻ്റെയും ആവശ്യകതയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ പൈസ മാത്രം മേടിക്കും, ബാലൻസ് പൈസ കൊടുക്കും. അതല്ലാതെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് എന്നാണ് ഇങ്ങനൊരു സംഭവം നിലമ്പൂർ ഉണ്ടായതെന്ന് അറിയാൻ കഴിയുന്നില്ല. എല്ലായിടത്തും ചോദിക്കുമ്പോൾ നമ്മൾ നിരവധി കണ്ടക്ടർമാരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ അതിനൊരു മറുപടി നമ്മുടെ അടുത്ത് പറയാൻ തയ്യാറാകുന്നില്ല. അവരത് ഒഴിഞ്ഞു മാറുകയാണ്. അവർക്കറിയാം ഇതൊരു നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു കാരണമുണ്ട്, പക്ഷേ അത് പറഞ്ഞ് അവർക്ക് പറയാൻ താല്പര്യമില്ല എന്നാണ് മിക്ക കണ്ടക്ടർമാരായിട്ട് ഞാൻ സമീപിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ യാത്രക്കാരായിട്ടുള്ളവർക്കെല്ലാം അവർക്ക് ടിക്കറ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ടിക്കറ്റിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. നമ്മുടെ കേരളത്തിലൊരു പ്രദേശത്ത് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം നടക്കുന്നതായിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. അവർ ശ്രദ്ധിക്കാത്തതാണോ, നടപ്പാക്കാൻ എന്താണ് പ്രയാസം? പുതിയ MLA അവിടെ വന്നിരിക്കുന്നു. അവരുടെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ട് പൈസ മേടിച്ചിട്ട് അതിനനുസൃതമായി ടിക്കറ്റ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നതിൻ്റെ അത് മാറ്റിയെടുക്കട്ടെ. അതിനു വേണ്ടുന്ന അധികാരികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ, അതിനുവേണ്ടി ശ്രമിക്കട്ടെ, ജനങ്ങൾക്കുള്ള അവകാശങ്ങൾ നടപ്പിലാകട്ടെ. ഇത്തരം ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ നിന്നും എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും അധികാരികളുടെ ശ്രദ്ധയിലേക്കും ഇത്തരത്തിലൊരു വാർത്ത നിങ്ങളിലെത്തിക്കുന്നു.